പോകാൻ പോകണത് ഷാംപൂ മേക്കിംഗ് എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ അത് ഷാംപൂ ആണോ ബോഡി വാഷ് ആണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകാൻ പോകണേ. അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും എന്താ സംഭവം എന്നൊക്കെ. ഫൈനലി നമ്മുടെ ബോഡി വാഷ് റെഡിയായി. കേട്ടോ നമ്മളെ ബോഡി വാഷ് ഉണ്ടാക്കാൻ പഠിപ്പിച്ച നമ്മുടെ ടീച്ചർ. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ സ്ഥലത്തെത്തി. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇത്രയും പേരുണ്ടായിരുന്നു കേട്ടോ ബോഡി വാഷ് ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. ആദ്യം നമ്മൾ 35 പേരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് പേര് ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് എല്ലാവരും കൂടി വന്നു. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കൂടി അവർ സെറ്റ് ചെയ്യായിരുന്നു. അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുണ്ടായിരുന്നുകൊണ്ട് സെറ്റ് ചെയ്യാൻ ഇത്തിരി ലേറ്റായി. അപ്പോൾ നമുക്കവർ ബോട്ടിലൊക്കെ തന്നു കേട്ടോ. പറഞ്ഞാലും കൂടുതൽ ആൾക്കാരുള്ളതുകൊണ്ട് അവർ അറേഞ്ച് ചെയ്യാൻ വേണ്ടി സമയം എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ ടേബിളൊക്കെ ഇട്ട് തന്നു, നമുക്കുള്ള ബോട്ടിൽ തന്നു. ഇനി ഇൻഗ്രീഡിയൻസ് കൂടി വെക്കണം. ഇതാണ് സംഭവം, ഹാൻഡ് മെയ്ഡ് ബോഡി വാഷ്. ഇതാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ടീച്ചർക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടും നമുക്ക് കൊറിയൻ അറിയാത്തതുകൊണ്ടും ഒരു ട്രാൻസ്ലേറ്ററിനെ വെച്ചിട്ടുണ്ടായിരുന്നു. 앞에 보시면 각 테이블에 재료가 다 나와져 있어요. We have all ingredients for the body wash. 네, 계량하셔서 죄송해요. 먼저 여기에다가 스티커 라벨 붙여주실게요. 이따가 못하니까. നമ്മളെടുത്ത് സ്റ്റിക്കർ ഒട്ടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് ഫസ്റ്റ്. ഓക്കെ ഇത് ഈ കെമിക്കലാണ് യൂസ് ചെയ്യേണ്ടത്. 약간 노란빛 얘는 50 ml ആണ്. 넣을 건데 이렇게 가득이 아니라요. ഇതിൽ ഒഴിക്കട്ടെ. 이렇게 평평하게 두 번 넣어요. അപ്പോൾ ഇനി അവർ വേറൊരു സംഭവം തന്നിട്ടുണ്ട്. ഇത് പെൻറ്റനോൾ ആണ്. അപ്പോൾ ഇത് 2 സ്പൂൺ ഇടണം. നന്നായിട്ട് ഇളക്കണേ. ഡിസോൾവ് ആവണ വരെ ഇളക്കണം. ഇനി നമ്മൾ അമിനോസിനാണ് ആഡ് ചെയ്യാൻ പോകണം. അതൊരു സ്പൂണാണ്. പിന്നെയും ഇളക്കലോടെ ഇളക്കണം. ഇളക്കം കിട്ടും നന്നായിട്ട്. ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് അലാൻറ്റോയിൻ ആണ്. ഇതൊരു മോയ്സ്ചറിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു സ്പൂൺ. അപ്പം നമ്മൾ ഇളക്കുകയാണ്. ഇതിലിപ്പോൾ നമ്മൾ 3 കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ലിക്വിഡും ഇനിയും സാധനങ്ങൾ വരാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇതൊക്കെ പറഞ്ഞുതരാൻ 2 ടീച്ചേഴ്സ് ഉണ്ട്. അവരാണ് കേട്ടോ ഈ ബാക്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കണേ. കൊറിയൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് സ്പീക്കേഴ്സും ഉണ്ട്. കൂടുതലും ഇവിടെ വന്ന ഫോറിനേഴ്സാണ്. അപ്പോൾ അവർ കൊറിയനിൽ പറയും, നമുക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അടുത്തതായിട്ട് നമ്മളൊരു ബബ്ലിംഗ് ഏജന്റ് ആണ്. നമുക്ക് ബബിൾസ് വരാൻ വേണ്ടിയിട്ട് LES എന്ന് പറഞ്ഞാൽ ഇതൊരു 60 ml ആണ്. 자, 코코베타임까지 다 넣으셨죠? 네. 자, 그런 다음에 노란색이에요. 올리브 여기 보면 제가 종이컵에 있고 수저 드렸어요. 요 수저를 쓰시면 돼요. You guys can use the spoons in a paper cup on your table. 큰 거. ഇളക്കി മടക്കും. അടുത്ത സാധനം കൊക്കോബെറ്റായി എന്ന് പറഞ്ഞ സാധനമാണ്. ഇതൊരു 40 ml. 글리세린 3번이요. 네, 큰 걸로. ഇളക്കട്ടെ. ഇതൊരു ഒലിവ് ഓയിൽ പോലൊരു സാധനമാണ്. വാട്ടറും നമ്മുടെ സോൾവെന്റോട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 2 സ്പൂൺ അല്ലേ? 2 spoons. 내추럴 베타민 여기 보면 안 써있네.
이거예요. 마지막 층이랑. 내추럴 메타인이요. ഇനി ആഡ് ചെയ്യാൻ പോണത് ഗ്ലിസറിനാണ്. ഇതൊരു 3 ടീസ്പൂൺ. 돌아가서 쓰시면 돼요. 네. മിക്സി ഇളക്കി ഒരു പരിഭവം. ഇപ്പം എന്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വെള്ളം പോലെ ഇരിക്കണേ. എന്തൊക്കെ ആയിട്ടുണ്ട് നോക്കാം. സോ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോണത് നാച്ചുറൽ മീഥൈനാണ്. അതൊരു 3 സ്പൂൺ. നെക്സ്റ്റ് സാധനം നമ്മൾ ആഡ് ചെയ്യാം 3 സ്പൂൺ. 아로마 오일, 오렌지 에센셜 오일을 넣을 거예요. 저를 보세요. മിക്സ് ചെയ്യാം. 스포이드를 비우셔야 돼요. 이렇게 없이 한 다음에 한 번 눌렀다가 떼면 이만큼씩 차요. 요거를 쭉 3번 넣을 거예요. 여기는 മിക്സ് ചെയ്യാം. അടുത്തത് വരുന്നുണ്ട്. ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ. 예. അടുത്തത് ആഡ് ചെയ്യേണ്ടത് നമുക്ക് സ്മെല്ല് കിട്ടാൻ വേണ്ടി അരോമാറ്റിക് ഏജന്റ് ആണ്. ഇതിപ്പോൾ 1 സ്പൂൺ അടുത്ത സംഭവം ആഡ് ചെയ്യാണ്. ഇപ്പം ഇങ്ങനെയാട്ടോ ഇതിൻ്റെ ടെക്സ്ചർ ഉള്ളത്. പക്ഷെ ഭയങ്കര കട്ടിയാണ്, ലിക്വിഡ് പോലെയാണ്. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ മേടിക്കുന്ന സാധനങ്ങളൊക്കെ പൊതുവെ ഒരു കട്ടിയായിട്ട് ഭയങ്കര എന്താ പറയുക ഒരു സോളിഡ് ലിക്വിഡ് അങ്ങനെ ഒരു ഇതായിട്ടില്ല. പക്ഷെ ഇത് ഭയങ്കര ലിക്വിഡിയാണ്. നോക്കാം ഇതിൻ്റെ ഫൈനൽ ഇനിയും ആഡ് ചെയ്യാനുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മൾ ആഡ് ചെയ്ത കെമിക്കലാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട്, ഡിഫറെൻറ്റ് കെമിക്കൽസ് ആണ്. പിന്നെ ഇങ്ങനത്തെ ലിക്വിഡ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഉണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പക്ഷെ ഇതൊന്നും കുഴപ്പമുണ്ടാവില്ല, നല്ല സംഭവമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ ബോഡി വാഷിൽ നമ്മൾ കൂടുതലും ആഡ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് നാച്ചുറൽ ആൻഡ് സേഫ് ഹാൻഡ് വാഷ്. ഹാൻഡ് വാഷ് അല്ല, ബോഡി വാഷ്. ഇപ്പം അത്ര വലിയ സ്മെല്ലായിട്ടൊന്നും ഫീൽ ചെയ്യണില്ല കേട്ടോ. ഇപ്പോൾ ഒരു മൈൽഡ് ഒരു കെമിക്കലിൻ്റെ ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സ്മെല്ലിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക എസൻസ് ആഡ് ചെയ്യുക. അപ്പോഴാണ് ശരിക്കും ഈ ബോഡി വാഷും ഷാമ്പൂ ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മണം വരിക. അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. എസെൻഷ്യൽ കാഭാഗം നല്ല ഓറഞ്ചിൻ്റെ മണം, നല്ല ഫ്രഷ് ഓറഞ്ചിൻ്റെ മണം. സാധാ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഓറഞ്ചിൻ്റെ മണം നല്ല ഫ്രഷ് ഇല്ലേ, നമ്മൾ ഫ്രഷ് ആയിട്ട് മേടിക്കുമ്പോൾ ഓറഞ്ച് മണക്കില്ലേ, ആ ഒരു മണമാണ്. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യണമോ? ഇത്രയും നേരം ഇത് എന്താവും എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുഴപ്പമില്ല, ഇപ്പം നല്ല സ്മെല്ലുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ലിക്വിഡ് ഉണ്ടോ, നമ്മൾ സാധാ കിട്ടുന്ന ഒരു ഇതല്ല, ഇങ്ങനത്തെ ഒരു ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് കളറിങ് ഏജന്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ അടിയാണ് കേട്ടോ, പർപ്പിളിന് വേണ്ടി എല്ലാവർക്കും പർപ്പിൾ മതി. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് 1 സ്പൂൺ ആഡ് ചെയ്യട്ടെ. 1 സ്പൂൺ അല്ലേ? നമ്മൾ ഓറഞ്ചിൽ എടുത്തത്, ഓറഞ്ചിൻ്റെ സ്മെല്ലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഓറഞ്ച് കളറാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഐ തിങ്ക് ഇത് നമ്മൾ ഫിനിഷ് ചെയ്ത് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജായി, കളറായി, മണമായി. ടെക്സ്ചർ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അത് കരുതി ഭയങ്കര കളറൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് ഓറഞ്ചാണ് ഇട്ടതെങ്കിലും കളർ വന്നപ്പോൾ യെല്ലോ ആണ് കേട്ടോ. പക്ഷെ കൊള്ളാം, പക്ഷെ നല്ല മണമുണ്ട് സംഭവമാണ്. പിന്നെ നമ്മളിത് ആഡ് ചെയ്യാം കേട്ടോ, തിരിച്ച് നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യാം.
ഇത്ര റെഡിയാ മതിയോ? ഫൈനലി നമ്മുടെ ബോഡി വാഷ് റെഡിയായി. ഇപ്പം ബോഡി വാഷിന്റെ ഒരു ചിലക്ക് ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് പറയാൻ എങ്ങനെയുണ്ട്. നാച്ചുറൽ ഹാൻഡ് മെയ്ഡ്. ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ബോഡി വാഷ്. അപ്പോൾ എല്ലാവരും അവരുടെ ബോഡി വാഷ് ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവർക്കും പല പല കളറാണ് കേട്ടോ. അപ്പോൾ അവർ ഓരോ ടേബിളിലും പല ടൈപ്പ് കളേഴ്സാണ് വെച്ചിരുന്നത്. നമ്മൾ 2 കളർ ചൂസ് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും ബോഡി വാഷൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും കൈ കൊട്ടി ടീച്ചർക്ക് നന്ദി പറയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ് കേട്ടോ. ഇവിടെ എല്ലാവരും പോയി. നമ്മളെ ബോഡി വാഷ് ഉണ്ടാക്കാൻ പഠിപ്പിച്ച നമ്മുടെ ടീച്ചർ. 네, 감사합니다.